നഗരസഭയുടെ വികസനത്തിൽ എന്നും ഞങ്ങളെ അലട്ടിയിരുന്ന ഒന്നാണ് മാലിന്യങ്ങൾ. അനുദിനം വളർന്നു വരുന്ന വാണിജ്യ സമുച്ചയങ്ങളും നഗരവാസികളും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കേരളത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ വാർത്താമാധ്യമങ്ങളിലും ചർച്ചകളിലും മാലിന്യ നിർമ്മാർജ്ജനം നിറഞ്ഞു നിന്നപ്പോൾ കൂട്ടായ ചർച്ചകൾ, പഠനങ്ങൾ, അന്വേഷണങ്ങൾ, അവസാനം മാലിന്യ സംസ്കരണത്തിന്റെ സൂത്രവാക്യം ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. 1 കോടി രൂപ ചിലവ് ചെയ്ത് നഗരസഭയുടെ സ്വന്തം സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള ഒരു ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഞങ്ങൾക്കായി. ഇന്ന് ഇവിടെ മാലിന്യ പ്രശ്നങ്ങളില്ല. മാലിന്യം മൂലമുണ്ടാകുന്ന ദുർഗന്ധമോ തന്മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ഈച്ച, പുഴു തുടങ്ങിയ പ്രാണികളുടെ ശല്യമോ നഗരസഭയിൽ ഇല്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, ഇത്രയും ആധുനിക രീതിയിലുള്ള പ്ലാന്റ് ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ചു. കാരണം പ്ലാസ്റ്റിക് കൈകൊണ്ട് വേർതിരിയാക്കാതെ മെഷീനിൽ തന്നെ വേർതിരിച്ചുകൊണ്ട് ആ പ്ലാസ്റ്റിക് പൗഡറാക്കി മാറ്റി ആ പൗഡർ ഉപയോഗിച്ച് ടാറിങ് ചെയ്യാവുന്ന രൂപത്തിലാക്കി. മറ്റുള്ളത് വളമായിക്കൊണ്ട് കർഷകർ കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം. 99.9% വേസ്റ്റും ഇവിടെ പ്രോസസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കേരളത്തിന് മുഴുവൻ വേണമെങ്കിൽ ഒരു മാതൃകയായിട്ട് ഈ പ്ലാന്റ് മാറുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യം ഒരു പഴങ്കഥയായി എന്ന് മാത്രമല്ല, ഖരമാലിന്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങൾ നഗരസഭാ പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നത് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്.